നിങ്ങളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. റീസെൻ്റ്ലി ആ ഒരു പെണ്ണ് വീഡിയോ ഇട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരാണ് ആത്മഹത്യ ചെയ്തത്. അത് റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാവർക്കും നല്ല രീതിക്ക് അറിയാം. ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ആണ് ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ആ ഒരു പെണ്ണ് വെറും ലൈക്സിനും വ്യൂസിനും വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ട് അത് സ്പ്രെഡാക്കി. ആക്ച്വലി ആ ഒരു പെണ്ണിന് എന്താ ലൈക്കും ഫോളോവേഴ്സും എന്തെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടാവും. പക്ഷേ അവിടെ ആ ഒരു ജീവൻ നഷ്ടപ്പെട്ടത് ആ ഒരു വ്യക്തിക്ക്. അതുപോലെ ആ ഒരു വ്യക്തി ഇല്ലാതായതുകൊണ്ട് ആ ഒരു കുടുംബത്തിൻ്റെ തന്നെ ഒരു അടിത്തറ ഇളകിയ അവസ്ഥയാണ്. ഇത് നാളെ എനിക്കും വരാം, നിങ്ങൾക്കും വരാം, ആർക്കും വരാം. കാരണം നമ്മൾ ജീവിക്കുന്ന അങ്ങനത്തെ ഒരു വേൾഡിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിൻ്റെ വേ ഓഫ് യൂസ് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഇറ്റ്സ് ലൈക്ക് എ ടോയ് പോലെ അങ്ങോട്ട് ഉപയോഗിക്കരുത്. പിന്നെ അതുപോലെ ഇതിന് നിങ്ങളെപ്പോഴും ഒരു സിമ്പിളായിട്ട് കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു റിവറാണ്. റിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല. നിങ്ങളൊരു പുഴയുടെ അരികിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. കുറച്ച് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. കുറച്ചും കൂടി ഇറങ്ങിയാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അത് പീക്ക് നമ്മളൊരു സെൻട്രൽ സെക്ഷനിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പോയി. പിന്നെ നമ്മൾ പിടിച്ചെടുത്തല്ല ഉണ്ടാവുക. ഇതങ്ങ് പോവും. അത് എവിടെയൊന്നും എൻഡ് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് സോഷ്യൽ മീഡിയ. നിങ്ങളിടുന്ന കോണ്ടൻറ്റും നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ എവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം വിചാരിച്ചോ അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടും അതും ഇതും കാട്ടി പിടിച്ചുള്ള ഓരോ വീഡിയോസ് ഇടുമ്പോൾ സൂക്ഷിക്കുക. ഇത് നിങ്ങൾ കാരണം നിങ്ങൾക്കല്ല ബുദ്ധിമുട്ടുണ്ടാവുക, ബാക്കിയുള്ളവർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക. എപ്പോഴും ആ ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ വേണം. ഏതൊരു വീഡിയോയോ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഞാൻ കാരണം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വേണം. ഇനി ഇതിൻ്റെ മറ്റൊരു വശം എന്നാൽ ഇനി ഇതൊരു ശരിക്കും ഒരു പെൺകുട്ടിക്ക് നേരിട്ടെന്ന് വിചാരിക്കുക. ആര് വിശ്വസിക്കും? ഒരാളും വിശ്വസിക്കില്ല, ഒരാളും സപ്പോർട്ടും ചെയ്യില്ല. കാരണം ഇത് മുതലെടുക്കാൻ വേറെ ആൾക്കാരുണ്ടാവും. ഡെഫിനറ്റ്ലി ഇവിടെ എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരും ഉണ്ട്. നല്ലവനുണ്ട്, നല്ലവനായിട്ട് അഭിനയിക്കുന്നവനുണ്ട്, ചീത്തവനുണ്ട്, ചീത്തവനായിട്ട് നല്ലവനാവുന്ന പല ടൈപ്പ് ഓഫ് ആൾക്കാരും ജീവിക്കുന്ന വേൾഡാണ്. സോ അവസരങ്ങൾ മുതലെടുക്കാൻ പല ആൾക്കാരും വരും. അതുകൊണ്ട് തന്നെ നിങ്ങളിനിപ്പോൾ റിയലായിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാൻ പറ്റും? ഇല്ല. ഇനിയിപ്പോൾ അത് ആരോടെങ്കിലും പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കൂ? ഇല്ല, ഉണ്ടാവില്ല. അതങ്ങനെയായി മാറും. കാരണം പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, പുലി വരുന്നു പറഞ്ഞിട്ട് അവസാനം പുലി വന്നപ്പോൾ ആരും വിശ്വസിക്കാത്ത സിറ്റുവേഷൻ അതേമാതിരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വീഡിയോക്കുള്ള റൈറ്റ്സ് ഉണ്ട്. ഇത് ആണായാലും ശരി പെണ്ണായാലും ശരി. കാരണം ഇത് നിങ്ങൾക്കൊരു പ്രൂഫായിട്ട് ഉപയോഗിക്കണം. അത് ഫോർ എവിഡൻസിന് വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു കോണ്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ റിയാക്ട് ചെയ്യാം. സ്പോട്ടിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള പ്രത്യേക ശ്രദ്ധ, നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുക. കാരണം ഇപ്പോഴത്തെ നിയമങ്ങളെന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് ഇത് ഇത്ര വാല്യൂ ഉള്ളൂ. പെൺകുട്ടികൾ ജസ്റ്റ് വെർബലി പറഞ്ഞു കഴിഞ്ഞാൽ അടക്കം കേസ് എടുക്കുന്ന സിറ്റുവേഷനാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തായാലും പ്രൂഫ് വേണം. ഇത് സോഷ്യൽ മീഡിയ ആണ്, നമ്മൾ പിടിച്ചാൽ നിൽക്കുന്നത് കിട്ടില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുകയാണ്, നല്ലതുപോലെ ഉപയോഗിക്കുക, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്.